കർത്താവിന്റെ ഇടയനാണെന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ആടുകൾക്ക് മുമ്പേ നടത്തും, അല്ലെ? തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അപ്പൊ ഉടമ്പടിയുടെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് മുമ്പിലും പുറകിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ധിക്കണം ദൈവം. എന്താണ് ഉടമ്പടി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ബാക്കിലൂടെ വരുന്ന രണ്ട് കക്ഷികളുണ്ട്. എന്താണ്? കർത്താവിന്റെ ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ കർത്താവുണ്ട്. പിന്നെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? ജീവിതകാലം മുഴുവൻ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? നന്മയും കാരുണ്യവും. നന്മ മീൻസ് ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്, നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, എല്ലാ സാധനവും. ജീവിതകാലം മുഴുവൻ നന്മയും. പിന്നെ എന്താണുള്ളത്? കാരുണ്യം. കാരുണ്യം മീൻസ് നോട്ട് ബൈ മെറ്റർ വർക്ക് ചെയ്യുന്നതാണ്. എഫെസ്യസ് 2:8 എന്താ പറയുന്നത്? വിശ്വാസം വഴി കൃപയാലാണ് നമ്മളെ രക്ഷിക്കപ്പെടുന്നത്. അവിടുത്തെ കരുണ എന്ന് വെച്ചാൽ കൃപ തന്നെയാണ് കരുണ. അപ്പൊ നമ്മുടെ പിന്നിൽ വരണ എന്താണ്? ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ. പിന്നെ എന്താ പറയുന്നത്? നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റാത്ത, നോട്ട് ബൈ മെറിറ്റ് ആണ് കരുണ. കരുണ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് റൈറ്റ് ഇല്ലായിരിക്കും, നമുക്ക് യോഗ്യതയില്ല. നമുക്കൊരു വിഷയം ഉണ്ടാകണത് എന്തുകൊണ്ടാണ്? നമുക്കതിന് യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ യോഗ്യത ഇല്ലാത്തത് എങ്ങനെ കർത്താവ് അഡ്രസ് ചെയ്യണത്? കൃപ കൊണ്ട് അഡ്രസ് ചെയ്യണത്, പവർ ഓഫ് ഗോഡ് കൊണ്ടാണ്.